ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഫേക്ക് ലോൺ ആപ്പുകളുടെ ഭയങ്കരമായിട്ട് ഇപ്പോൾ നിങ്ങൾ ന്യൂസിലും കാണാനൊക്കെ കണ്ടായിരിക്കും. ഇത് നിങ്ങൾക്കത് ഇപ്പോൾ ഈ ഫേക്ക് ലോൺ ആപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ഒരു കാര്യം ചെയ്താൽ മതി. ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഈ ഗൂഗിളിൻ്റെ പുറത്തും നമ്മൾ സെർച്ചൊക്കെ ചെയ്യുമ്പോൾ വരില്ലേ, അങ്ങനെ വരുന്ന ഈ ലോൺ തരാം, സിബിൽ സ്കോർ വേണ്ട, എന്താ പറയുക, ആധാർ കാർഡ് വെരിഫിക്കേഷൻ വേണ്ട, അങ്ങനെ വെരിഫിക്കേഷൻ വേണ്ട, സിബിൽ സ്കോർ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉടായ്പാണ്. അതിലൊന്നും പോയി തലവെക്കാണ്ടിരിക്കുക. എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രോഡുകളുടെ സ്ഥലമാണ്. പണ്ട് OLX ആയിരുന്നു, അപ്പോൾ അതിനൊക്കെ വെട്ടിച്ചു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ. അതിലിത് മാത്രമല്ല, അതിൽ എന്ത് മാങ്ങാത്തോല ആഡ് വേണമെങ്കിൽ കൊടുക്കാം. ഒരു കമ്പ്യൂട്ടറുള്ള ഒരു പണ്ടാരും ഇല്ല. യൂട്യൂബിനെ പോലെയല്ലേ, എന്ത് മാങ്ങാത്തോല വേണമെങ്കിൽ. അതാണല്ലോ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഇപ്പോൾ നമ്മുടെ ഓൺലി ഫാൻ പോലെ അയക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അവസ്ഥ അപ്പോൾ അതാണല്ലോ. അപ്പോൾ ഈ കൂടെ വരുന്ന ഒരു സാധനത്തിൻ്റെയും ലിങ്ക് ക്ലിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനോ പാൻ കാർഡ് ആധാർ കാർഡ് കൊടുക്കാനോ ഒന്നും നിൽക്കണ്ട. കൊടുത്താൽ പണി കിട്ടും. അതിൽ വരുന്ന 99.9% സാധനങ്ങളും ഇതുപോലത്തെ ഫ്രോഡ് ഉഡായ്പ സ്കാമുകളാണ്. അപ്പോൾ അത് സൂക്ഷിച്ചാൽ മാത്രം മതി. ഈ പറഞ്ഞ സാധനങ്ങളെ സൂക്ഷിച്ചാൽ മതി. നിങ്ങൾ ഇതുപോലെ ഉഡായ്പ ലോൺ ആപ്പുകളിലൊന്നും പോയി പെടില്ല. ഇപ്പോൾ ലോൺ ആപ്പ് നിങ്ങൾക്കിപ്പോൾ ഈ ലോൺ ആപ്പുകൾ എന്ന് പറയുന്നതെല്ലാം NBFCകളാണ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇവരൊക്കെ ആക്ച്വലി RBIയുടെ ലൈസൻസ് വേണം. നമുക്ക് ബാങ്കുകൾക്ക് ലൈസൻസ് ഉണ്ട് RBIയുടെ, അതുപോലെ തന്നെ ഈ NBFCകൾക്കും RBIയുടെ ലൈസൻസ് വേണം. എന്നാൽ മാത്രം അവർക്ക് ഇതുപോലെ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബാങ്കിങ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ലൈസൻസ് വേണം എന്നുള്ളൊരു പോയിന്റും വേറെ ഉണ്ട്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ആരെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് റെഫർ ചെയ്തൊന്നും ചെയ്യുക, അവരുടെ പേരുണ്ടാവില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ബിയോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക മണി വ്യൂ, ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ പേര് ആക്ച്വലി RBIയുടെ സൈഡിൽ പോയി നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. RBIയുടെ അവരുടെ ലൈസൻസ് കൊടുത്ത ആൾക്കാരെ പേരൊക്കെ അതിൽ കാണാം, എസ്പെഷ്യലി NBFCകളിലെ. അതിലുണ്ടോ നോക്കുക. RBI നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അതിൽ നോക്കിയിട്ട് കൺഫേം ചെയ്യുക അവർക്ക് ലൈസൻസ് ഉണ്ടോയെന്ന് ആദ്യം. എന്നിട്ട് മാത്രം ഇതുപോലെ NBFC ഒന്നും ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നാൽ മാത്രം നിങ്ങൾ ഇതുപോലെ പോയി ലോൺ എടുക്കുക. ഇപ്പോൾ മണി വേ ആയിക്കോട്ടെ, അതുപോലെ കുറേ ഉണ്ട്. എക്സാമ്പിളായിട്ട് ഞാൻ എൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും, agenji.banksupport. നമ്മളതിൻ്റെ സെറ്റപ്പിൻ്റെ ലിങ്കുകളൊക്കെ നമ്മളിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കുറേ ലോൺ ആപ്പുകളുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എല്ലാം റെക്കമെൻഡ് ചെയ്യില്ല. എന്നിട്ട് ഈ ലൈസൻസ് ഉള്ള സാധനങ്ങളും കുറേ കസ്റ്റമർ സപ്പോർട്ടായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓൺലൈനായിട്ട് ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ കുറച്ച് പറഞ്ഞുതരാം. കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാം ഫിൻകോപ്പ് എന്ന സാധനം വലിയ കുഴപ്പമില്ല. അപ്പോൾ ബജാജ് ഫിൻസർവ് ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. പ്രിഫർ ലോൺസ്, പിന്നെ എന്താ പറയുക ഇൻസ്റ്റാ മണി, അതൊന്നും വലിയ കുഴപ്പമില്ലാത്തതാണ്. മണി വ്യൂ, ക്രെഡിറ്റ് ബി, പിന്നെ ഹീറോ ഫിൻകോർപ്പ്, ഭാരത് പേ ക്രെഡിറ്റ് ലൈന്, HDFC സ്മാർട്ട് EMI, ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ പോയി കിട്ടൂട്ടാ. HDFC ഇൻസ്റ്റാ ലോണ്, യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ലോണ്, ഇതൊക്കെ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ലോൺ, ആദിത്യ ബിർള ക്യാപിറ്റൽ അവരുടെ ലോണ്, സൈപ്പും വലിയ കുഴപ്പമില്ല. ഇങ്ങനത്തെ കുറേ നമ്മുടെ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞിട്ടും അതിൽ ഞാൻ റെക്കമെൻഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ പറയണത്. ബാക്കിയൊന്നും ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. സർവീസൊക്കെ ഭയങ്കര മോശം അവരുടെ. പിന്നെ NIRI നീറ എന്ന് പറഞ്ഞ സാധനം, പൂനെവാല ഫിൻകോർപ്പ്, ഇവർക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത. പിന്നെ നിങ്ങൾ ഈ NBFCയും ബാങ്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ നോർമൽ ബാങ്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക്, അവരുടെയൊക്കെ പോയി എടുക്കാം, സ്മോൾ ഫിനാൻസ് ബാങ്കുകാരുടെ. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ NBFCയിലേക്ക് പോയാൽ മതി. NBFCകൾക്ക് കത്തിയായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് കറക്റ്റായിട്ട് ടൈം അടച്ചില്ലെങ്കിൽ നല്ല ഫൈൻ വരും. പിന്നെ എന്താ പറയുക, വിളിച്ച് ശല്യം, ആ പരിപാടിയൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. ആ കാശ് തന്നിട്ടുണ്ടെങ്കിൽ അവരത് തിരിച്ചു വാങ്ങിക്കാനുള്ള മാക്സിമം പരിപാടികൾ നോക്കും. ഇതേപോലെ ഉടായ്പ സംഭവം ചെയ്യില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഈ ബാങ്ക് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, NBFC ആയിക്കോട്ടെ, കാശ് തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കാനാണല്ലോ അവർ തരുന്നത്. എന്നുവെച്ചാൽ കുറേ പേര് എടുത്തിട്ട് പിന്നെ വിളിക്കുമ്പോഴും അടയ്ക്കാൻ പറയുമ്പോഴും മറ്റൊരുത്ത പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ഒരാൾ നെക്സ്റ്റ് ചിലപ്പോൾ ചിലപ്പോൾ ലീഗലി പോകും, ഒരു കേസ് കൊടുക്കും. അപ്പോൾ പിന്നാലെ പോകേണ്ടി വരും. അപ്പോൾ മാക്സിമം ഡ്യൂ ആവാണ്ടിരിക്കാൻ നോക്കുക. അപ്പോൾ പിന്നെ ഡ്യൂ ആയി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അവരായിട്ട് സംസാരിച്ചിട്ട് ഒരു എമൗണ്ട്, നോർമലി ഇപ്പോൾ ടോട്ടൽ എമൗണ്ടിൻ്റെ 5% 10% ഒക്കെ ആയിട്ട് അവർ ചിലപ്പോൾ കുറച്ച് വരും, അത് സെറ്റിൽ ചെയ്യുക. പക്ഷേ നിങ്ങളുടെ സിബിൽ സ്കോർ കൂട്ടാം, സിബിൽ റിപ്പോർട്ട് പോവും. പിന്നെ നിങ്ങൾക്ക് കുറേ കാലത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വേറെ കാര്യം. അതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം നിൽക്കുക. സിബിൽ ഇല്ലെങ്കിൽ ഒരു മാങ്ങാത്തലയും പറ്റില്ല. കുറേ പേരുടെ വിചാരം, അവരോട് സംസാരിക്കാതിരിക്കാമായിരുന്നു. വെച്ചാൽ എനിക്ക് ഒന്നും ആണെങ്കിൽ തലയിലൊന്നും ഇല്ലാത്ത ആൾക്കാരൊന്നും ഉണ്ട്. സിബിൽ ഞാൻ തിരിച്ചടക്കില്ല എന്നൊക്കെ കുറേ കമൻ്റൊക്കെ കാണാം. അവരോടൊന്നും എനിക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ ശ്രദ്ധിക്കുക ഈ സാധനങ്ങൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഈ ഫേക്ക് ലോൺ ആപ്പുകളുടെ കാര്യം. എന്താ വെച്ചാൽ നമ്മൾ തന്നെയാണ് പെർമിഷൻ കൊടുക്കുന്നത് അവരുടെ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. ഒന്നാമത് ആപ്പ് ഉണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ എന്താ പറയുക ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. പ്ലേ സ്റ്റോറിലുള്ള പ്ലേ സ്റ്റോറിലുണ്ട് ഇപ്പോൾ കുറേ ഉടായ്പ ആപ്പുകളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
അത് ഇവർക്ക് RBI ലൈസൻസ് ഉണ്ടോന്ന് പിന്നെ ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ അതാണ് മെയിനായിട്ട് നോക്കാനുള്ള കുറച്ച് പോയിന്റ്സുകൾ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂസ് നോക്കാം, ഗൂഗിളിൽ സെർച്ച് നോക്കാം, എന്നിട്ട് മാത്രം തല വെക്കുക. ചാടി കയറി ഇതുപോലെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് തല വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഫോൺ അടക്കം എടുത്തുകൊണ്ട് പോകും. പിന്നെ നിങ്ങളുടെ ഫോട്ടോസും എല്ലാ സംഭവങ്ങളും ഓരോരുത്തർക്കൊക്കെ പോയി തുടങ്ങും. അപ്പോൾ അങ്ങനെ പുലിവാല് പിടിക്കാൻ വരും. ഇപ്പോൾ കുറേ ആൾക്കാരെ ഇതിൻ്റെ പിന്നാലെ പോയിട്ട് പണിയാവുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എന്നെ പേര് ഞാനൊരു ഫൈനാൻസ് ചാനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൂടെ മറക്കേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വൈൻഡപ്പ് ചെയ്താലോ, അടുത്ത കാണാം, ബൈ.